ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ലേഡീസ് ഓൺലി സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ കഴിഞ്ഞ 4 എപ്പിസോഡിലും സ്ത്രീകളെയും പെൺകുട്ടികളെയും സംബന്ധിച്ചുള്ള ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അവർക്ക് ഒരുപാട് അത് ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കി അവർ കമൻറ്റ് ബോക്സിലൂടെ മനസ്സിലാക്കപ്പെടുന്നതുകൊണ്ടാണ് തുടർച്ചയായിട്ട് വീണ്ടും സ്ത്രീകളും അല്ലെങ്കിൽ പെൺകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പുതിയ വിഷയങ്ങൾ ഞാനിവിടെ ചെയ്യുന്നത്. ഇന്നിപ്പോൾ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് വീട്ടിൽ തന്നെ നിർബന്ധമായിട്ടും വീട്ടമ്മമാർ അച്ഛനും അമ്മയും ചെയ്യിപ്പിക്കേണ്ട കുറച്ച് വ്യായാമങ്ങളാണ് പറഞ്ഞു തരുന്നത്. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ചെറിയ കുട്ടികൾ, പ്രത്യേകിച്ച് ഒരു 3-4 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ അത്യാവശ്യം വീട്ടിൽ തന്നെ ഓടിക്കളിക്കുമായിരുന്നു. ഒരു 5 വയസ്സ് മുതൽ പെൺകുട്ടികൾ അത്യാവശ്യം പാടത്തും പറമ്പത്തും എല്ലാം ഇറങ്ങി ഓടിക്കളിക്കുക, അടുത്തുള്ള മറ്റു കുട്ടികളുമായി ഓടിക്കളിക്കുക, അത്യാവശ്യം മരം കയറ്റം പോലുള്ള ചെറിയ വ്യായാമങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു അവസ്ഥ അറിയാമല്ലോ, ഡാൻസിന് പോയാലായി. എന്നാൽ ഇപ്പോഴത്തെ ഈ തിരക്കേറിയ ലൈഫ് സ്റ്റൈലിൽ പ്രത്യേകിച്ച് ട്യൂഷൻ, സ്കൂള്, അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇതിൻ്റെ ഇടയിൽ അത്യാവശ്യം ശരീരം അനങ്ങുന്ന ഒരു കാര്യവും ചെയ്യാറുമില്ല. എന്നാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതിയോ ഓവർ ന്യൂട്രീഷനാണ് ഒരുപാട് പേർക്ക്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, പെൺകുട്ടികൾ പലരും 8 വയസ്സിലെ മാസമുറയാകുന്നവരുണ്ട്. പീരീഡ്സ് നേരത്തെ ആകുന്നതുകൊണ്ട് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വരുന്ന പീരീഡ്സ് ഇറഗുലാരിറ്റി, അമിതവണ്ണം, ശരീരത്തിൽ പലവിധ ഹോർമോണൽ പ്രശ്നങ്ങൾ, മോക്കുരു പ്രശ്നം, മുടിപൊഴിച്ചിൽ, തൈറോയിഡ് പ്രോബ്ലംസ് തുടങ്ങിയിട്ട് പെൺകുട്ടികൾ നേരിടുന്നത് ചില്ലറ പ്രോബ്ലംസ് അല്ല. അതുകൊണ്ട് തന്നെ ഒരു 5 വയസ്സ് മുതൽ 16 വയസ്സ് വരെ, 16 വയസ്സെന്ന് പറയാൻ കാരണം പലരും ഒരു 9ാം ക്ലാസ് വരെയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഡാൻസിലൊക്കെ പങ്കെടുക്കുന്നവർ 10ാം ക്ലാസ് ആകുമ്പോൾ ഇതൊക്കെ അങ്ങ് നിർത്തിയിട്ട് ഒന്നും ചെയ്യാതിരുന്ന് 10ാം ക്ലാസ് കഴിയുമ്പോൾ പെൺകുട്ടികളുണ്ട് വണ്ണം വയ്ക്കുകയോ ഹോർമോണൽ പ്രശ്നം വരികയും ചെയ്യാം. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 16 വയസ്സ് വരെ നീളുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ. ഇത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഏതൊരു ആക്ടിവിറ്റിക്ക് മുന്നോടിയായിട്ട് രാവിലെ ചെയ്യാം. ഒരു 10 മിനിറ്റ് രാവിലെ മാറ്റി വയ്ക്കുക, വൈകുന്നേരം ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അത് ഒരു നേരം തന്നെ ഇത്തിരി കാര്യമായിട്ട് ചെയ്തിരുന്നാലും വളരെ നല്ലത്. ഇത് പെൺകുട്ടികൾക്ക് ചെയ്യാം, പെൺകുട്ടികളുടെ അമ്മമാർക്ക് വേണമെങ്കിൽ കൂടെ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ചേട്ടന്മാർ, ഈ പെൺകുട്ടികളുടെ ചേട്ടന്മാർക്കോ അനിയന്മാർക്കോ വേണമെങ്കിൽ കമ്പനിക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത വീട്ടിലുള്ള 2-3 പെൺകുട്ടികൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങളാണ് ഇത്. ഒരേപോലെ തന്നെ അവരുടെ ശരീരത്തിലൊരു ഫിറ്റ്നസ്സിന് മാത്രമല്ല, അവരുടെ രക്തഓട്ടം വർദ്ധിപ്പിക്കുന്നതിന്, ശരീരത്തിൻ്റെ കോർഡിനേഷന്, പ്രത്യേകിച്ച് തലച്ചോറ് ശരീരത്തിൻ്റെ മസിലുകളുടെ കോർഡിനേഷന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങേണ്ട പ്രായം എന്ന് പറയുന്നത് ചെറുപ്രായമാണ്. ഈ ഒരു സമയത്ത് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതുകൊണ്ട് അവർക്ക് മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ, ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും, ഉറക്കം നന്നായിട്ട് വർദ്ധിക്കുന്നതിന് സഹായിക്കും, ശരീരത്തിലുള്ള ഹോർമോണുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കും. ഒരു 10 വയസ്സ് മുതൽ തന്നെ പെൺകുട്ടികൾക്ക് തൈറോയ്ഡ് പ്രോബ്ലം പോലെ വരുന്നതിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം ശരീരത്തിലെ എനർജി മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഇൻസുലിൻ, തൈറോക്സിൻ, അതേപോലെ ഈസ്ട്രജൻ, സ്ത്രീ ഹോർമോണുള്ള ഈസ്ട്രജൻ, ഈ 3 ഹോർമോണിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് ഏകോപിപ്പിച്ച് നടക്കുന്നതിന് ഞാൻ ഈ പറയുന്ന വ്യായാമങ്ങൾ ഉറപ്പായിട്ടും ഉപകാരപ്പെടും. ഈ വ്യായാമങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ സുഹൃത്ത്, എൻ്റെ ട്രെയിനറുമായിട്ടുള്ള അരവിന്ദാണ്. നിങ്ങൾക്ക് ഈ എക്സസൈസിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അരവിന്ദിനോട് വിളിച്ച് ചോദിക്കുക. ഈ വീഡിയോയിൽ തന്നെ അരവിന്ദിൻ്റെ ഫോൺ നമ്പർ ഉണ്ടാവും. ഇവിടെ മിസ്റ്റർ അരവിന്ദ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന വീഡിയോസിൽ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള, അതായത് ഒരു പെൺകുട്ടി വ്യായാമം ചെയ്തു തുടങ്ങുമ്പോൾ എത്രത്തോളം സ്ലോലി തുടങ്ങണമെന്നനുസരിച്ചാണ് വളരെ സ്ലോലി കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം എന്തിനാ ഇത്ര സ്ലോ ആയിട്ട് ചെയ്യുന്നതെന്നൊക്കെ അത്യാവശ്യം ജിമ്മിലൊക്കെ പോയി വ്യായാമം ചെയ്യുന്നവർക്ക് തോന്നും. എന്നാൽ ചെറിയ പെൺകുട്ടികൾ ഈ ഒരു രീതിക്ക് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ശരീരത്തിൻ്റെ ആ ഒരു ഫിറ്റ്നസ്സിൻ്റെ സ്റ്റാർട്ടിങ് ഇത് നല്ലൊരു രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും. ഈ വ്യായാമങ്ങൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. 1ാമത്തെ വ്യായാമം എന്ന് പറയുന്നത് ജമ്പിങ് ജാക്സ് ആണ്. ജമ്പിങ് ജാക്സ് വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാകുന്ന സമയത്ത് അവരുടെ നട്ടലിനും കാൽമുട്ടുകൾക്കും പാദത്തിനും എല്ലാം ഉറപ്പ് കിട്ടുന്നതിനും, ഒരേപോലെ ശരീരത്തിൻ്റെ കാർഡിയാക് ഫിറ്റ്നസ്സിനും മാത്രമല്ല ശരീരത്തിൻ്റെ കോർ മസിൽസിൻ്റെ എൻഡുറൻസിനും സഹായിക്കും, ശരീരത്തിൻ്റെ ഫാറ്റ് ബേൺ ചെയ്ത് പോകുന്നതിന് സഹായിക്കും, കാലിലെ കാഫ് മസിൽസിനും ഹാംസ്ട്രിങ്സിനും നല്ലൊരു വർക്കൗട്ടാണ്. ഇത് ചെയ്യുന്നത് സിമ്പിളാണ്. നിങ്ങളുടെ കൈകളുടെയും കാലുകളുടെയും കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. തുടർച്ചയായിട്ട് 10 തവണ ഇത് ചെയ്യുക. 10 തവണ ചെയ്തതിന് ശേഷം നിങ്ങളൊരു 30 സെക്കൻഡ് നിങ്ങളൊരു ഇൻ്റർവെൽ എടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു 10 തവണ, അങ്ങനെ 2-3 തവണ ആവർത്തിക്കാവുന്നതാണ്. അത്യാവശ്യം ഇത് വ്യായാമം നന്നായിട്ട് ജമ്പിങ് ജാക്സ് ചെയ്യാൻ അറിയാവുന്നവർക്ക് തുടർച്ചയായിട്ട് 25 തവണ വേണമെങ്കിലും ചെയ്യാം, 50 തവണ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി 2ാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഹൈ നീസ് എക്സസൈസ് ആണ്. ഹൈ നീസ് എന്ന് പറഞ്ഞാൽ കാൽമുട്ടുകളെ ഉയർത്തി നമ്മുടെ കൈയുടെ പൊസിഷനിലേക്ക് ഉയർത്തി കൊണ്ട് ചെയ്യുന്ന വ്യായാമം. നിങ്ങൾക്കിവിടെ വീഡിയോയിൽ കാണാവുന്നതാണ്.
അരവിന്ദ് ഇത് വളരെ സ്ലോ ആയിട്ടാണ് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഇത് ചെറിയ കുട്ടികൾക്ക് ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് പോലും ചെയ്യാവുന്നതാണ്. തുടർച്ചയായിട്ട് നിങ്ങൾക്കൊരു 10-15 തവണ ഈ വ്യായാമം ചെയ്യുക. ഒരു 30 സെക്കൻഡ് ഇൻ്റർവെൽ എടുത്ത് വീണ്ടും ഇത് ആവർത്തിക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഒന്ന്, ഇത് നല്ല കാലറി ബേണറാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൈകാലുകളുടെ കോർഡിനേഷൻ തലച്ചോറിൻ്റെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അബ്ഡമൽ കോർ മസിൽസിന് നല്ലതാണ്, കാലിലെ മസിലുകൾക്ക് നല്ല ഒരു വ്യായാമമാണ്. ഇനി മൂന്നാമത്തെ വ്യായാമം എന്ന് പറയുന്നത് എൽബോ ടു നീ എക്സസൈസ് ആണ്. ഇവിടെ വീഡിയോയിൽ കാണുന്ന പോലെ തുടർച്ചയായിട്ട് ഒരു സൈഡിൽ ഒരു 10 തവണ ചെയ്യുക. അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിൽ ഈ വ്യായാമം ആവർത്തിക്കാവുന്നതാണ്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇത് കോർ സ്റ്റെബിലിറ്റിക്ക്, നമ്മുടെ അബ്ഡോമിനൽ ഭാഗത്തെ നമ്മുടെ ശരീരത്തിൻ്റെ ഉടലിൻ്റെ മസിലുകളുടെ ഉറപ്പിന് സഹായിക്കുന്നു. കാലറി ബേൺ ചെയ്യാൻ നല്ലതാണ്. മാത്രമല്ല ശരീരത്തിൻ്റെ കോർഡിനേഷന്, തലച്ചോറിന് ഒരു നല്ല വ്യായാമമായിട്ടും ഇത് വർക്ക് ചെയ്യുന്നു. ഇനി നാലാമത്തെ എക്സസൈസ് ബർപ്പീസ് എന്ന് പറയും. ഈ ബർപ്പീസ് എക്സസൈസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേപോലെ ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള മസിലുകളെ നന്നായിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമമാണിത്. കൊച്ചു കുട്ടികൾക്കെല്ലാം ഇത് ചെയ്യുന്നതിന് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഒരേപോലെ 3-4 കുട്ടികൾക്ക് ഒരുമിച്ച് ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ്. ഈ വ്യായാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന്, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ശരീരത്തിൽ കാലറി കത്തിച്ച് കളയാൻ, ഊർജ്ജം കത്തിച്ച് കളയാൻ സഹായിക്കും. വയറിൻ്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കെല്ലാം വയറിൻ്റെ ഭാഗത്ത്, സ്ത്രീകൾക്കെല്ലാം വരുന്ന കുടവയറില്ലേ, ഈ വയറ് കുറയ്ക്കുന്നതിനും വയറിൻ്റെ വശങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന വ്യായാമമാണ്. കൂടാതെ ശരീരത്തിൻ്റെ പല ഭാഗത്ത്, പ്രത്യേകിച്ച് നട്ടെല്ലിൻ്റെ ആരോഗ്യത്തിന്, അതേപോലെ കാലിലെ മസിലുകൾ, ഷോൾഡറുകളുടെ മസിൽസിൻ്റെ എല്ലാം ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു മികച്ച വ്യായാമമാണ് ഈ ബർപ്പീസ്. ഇത് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു 10 തവണ വരെ ചെയ്യാം. 10 തവണ തുടക്കത്തിലേ പറ്റുന്നില്ലെങ്കിൽ 5 തവണ കുട്ടികൾക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം ഗ്രാജ്വലി ഓരോ ദിവസവും നിങ്ങൾക്ക് 7, 8, 9, 10 ഇങ്ങനെ ഇതിൻ്റെ ഒരു നമ്പേഴ്സ് വർദ്ധിപ്പിച്ചുകൊണ്ടിരാൻ പറ്റും. തുടർച്ചയായിട്ട് 1 മുതൽ 3 സെറ്റ് വരെ ഈ വ്യായാമം ആവർത്തിക്കാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ വ്യായാമം എന്ന് പറയുന്നത് ഇഞ്ച് വേംസ് എന്ന് പറയും. ഈ വ്യായാമത്തിൻ്റെ പ്രത്യേകത ഇത് ശരീരത്തിൻ്റെ ഫുൾ ബോഡി എക്സസൈസ് ആണ്. അതായത് ശരീരത്തിന് നന്നായിട്ട് കാലറി ബേൺ ചെയ്യുന്നതിനും ശരീരത്തിലെ എല്ലാ മസിലുകളെയും ഒരേപോലെ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്നതിനും സഹായിക്കുന്ന ഒരു വ്യായാമമാണിത്. ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒന്ന്, പ്രത്യേകിച്ച് ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉളുക്ക്, സ്പ്രെയിനൊക്കെ വരുന്ന ആൾക്കാരില്ലേ, ആ ഒരു പ്രശ്നം കുട്ടികൾക്ക് മറികടക്കുന്നതിനും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും മസിലുകൾ നന്നായിട്ട് ഫ്ലെക്സിബിൾ ആകുന്നതിനും ഈ വ്യായാമം സഹായിക്കുന്നുണ്ട്. ഈ വ്യായാമം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ആദ്യത്തെ തവണ ഒരു 5 നമ്പേഴ്സ് ചെയ്യാം. പിന്നെ തുടർച്ചയായിട്ട് കുട്ടികളുടെ എൻഡുറൻസ് കൂടുന്നതനുസരിച്ച് അവർക്ക് ഒരു 7, 8, 10 തവണ വരെ ഈ വ്യായാമം ചെയ്യാവുന്നതാണ്. ഇത് വളരെയധികം, പ്രത്യേകിച്ച് കാലുകളുടെ, തുടയുടെ മസിൽസിൻ്റെ എല്ലാം ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ശരീരത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞുള്ള കോർഡിനേഷനും ഫ്ലെക്സിബിലിറ്റിയും ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഇനി അടുത്ത വ്യായാമം പ്ലാങ്ക് വൈബ്സ് എന്ന് പറയും. ഈ പ്ലാങ്ക് വൈബ്സ് എക്സസൈസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുനിഞ്ഞ് നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ നട്ടെല്ലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും അതേപോലെ വയറിലെ അബ്ഡോമിനൽ ഫാറ്റ് കുറയുന്നതിനും നമ്മുടെ വയറിൻ്റെ ഇരുവശങ്ങളിലുള്ള മസിലുകളെ സ്ട്രോങ് ആക്കാനും സഹായിക്കുന്ന വ്യായാമമാണിത്. അത്യാവശ്യം ടീനേജിലുള്ള പെൺകുട്ടികൾക്ക് അവരുടെ ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു വ്യായാമമാണിത്. ഇത് റെഗുലറായിട്ട് പെൺകുട്ടികൾക്ക് ഇപ്പോൾ രാവിലെയോ വൈകുന്നേരമോ ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നത് ഇപ്പോൾ തുടർച്ചയായിട്ട് നിങ്ങൾക്കൊരു 10 നമ്പേഴ്സ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു 30 സെക്കൻഡ് ഒരു ഇൻ്റർവെൽ എടുത്തതിന് ശേഷം വീണ്ടും ഈ വ്യായാമം 2-3 സെറ്റായിട്ട് ആവർത്തിക്കാവുന്നതാണ്. ഇത് എല്ലാ പെൺകുട്ടികൾക്കും, ഇത് പ്രത്യേകിച്ച് ഒരു 5 വയസ്സ് മുതൽ തന്നെ ചെയ്തു തുടങ്ങാവുന്ന നല്ലൊരു എക്സസൈസാണ്. ഇനി ഏഴാമത്തെ എക്സസൈസ് മൗണ്ടൻ ക്ലൈംബേഴ്സ് ആണ്. അതായത് നമ്മൾ ഒരു പാറക്കെട്ടിൻ്റെ പുറത്ത് പിടിച്ചു കയറുന്ന പോലെയാണ് ഈ വ്യായാമം നമ്മൾ നിലത്ത് ചെയ്യേണ്ടത്. ഇത് ഒരേ സമയം തന്നെ നമ്മുടെ എൻഡുറൻസ് വർദ്ധിപ്പിക്കുന്നതിനും പെൺകുട്ടികളുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നതിനും വയറിൻ്റെ ഭാഗത്തുള്ള മസിലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും വയറിലെ കൊഴുപ്പ്, കുടവയർ കുറയ്ക്കുന്നതിനും കാലുകളുടെ മസിൽസിൻ്റെ വ്യായാമത്തിന് നല്ലതാണ്. യഥാർത്ഥത്തിൽ നമ്മളൊരു ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് എന്ന് വിളിക്കുന്നത്, അതായത് വളരെ ശരീരത്തിൻ്റെ ആ ഒരു സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യിക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച കാർഡിയോ വർക്കൗട്ട് എന്ന രീതിക്ക് അതിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് ഈ വ്യായാമത്തിന് ചെയ്യാവുന്നതാണ്. ഇത് റെഗുലറായിട്ട് നിങ്ങൾ ഈ മൗണ്ടൻ ക്ലൈംബേഴ്സ് ചെയ്യുമ്പോൾ ഈ ചെറിയ സ്പീഡിൽ, ഇവിടെ കാണിച്ചു വരുന്നവരെ ചെറിയ സ്പീഡിൽ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് തുടർച്ചയായിട്ട് 50 നമ്പേഴ്സ് വരെ ചെയ്യാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള വ്യായാമം തന്നെയാണ്. നിങ്ങളിത് ചെയ്തു നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ സ്റ്റാമിന എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നു എന്ന്. ഇനി അടുത്ത വ്യായാമം നീ ടച്ച് ക്രഞ്ചസ് ആണ്. ഈ ക്രഞ്ചസ് എന്ന് പറയുന്ന വ്യായാമം നമ്മുടെ വയറിൻ്റെ മസിലിൻ്റെ ആരോഗ്യത്തിനും കൊഴുപ്പ് കുറയുന്നതിനും വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഏറ്റവും ബേസിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വ്യായാമമാണിത്. ഏത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇത് അത്യാവശ്യം ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം സ്പീഡിൽ ചെയ്യാം, വളരെ സ്ലോലിയും ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ മേൽ വയറിൻ്റെ ഭാഗത്തുള്ള മസിലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഒരു വ്യായാമമാണിത്. മാത്രമല്ല കൊഴുപ്പ് കുറയ്ക്കുന്നതിനും ഒരേപോലെ നിങ്ങളുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ എനർജി ഒന്ന് ബൂസ്റ്റപ്പ് ആകുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് വർദ്ധിപ്പിക്കുന്നതിനും ഈ ഒരു വ്യായാമത്തിന് സഹായിക്കും. ആദ്യം നിങ്ങൾ തുടക്കത്തിൽ ഒരു 10 നമ്പേഴ്സ് ഇത് ചെയ്യുക, പിന്നെ ഒരു 30 സെക്കൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് ആവർത്തിക്കാവുന്നതാണ്. ഇങ്ങനെ 2-3 സെറ്റ് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി 9ാമത്തെ വ്യായാമം എന്ന് പറയുന്നത്
സ്ട്രെയിറ്റ് ലെഗ് റൈസ് എക്സസൈസ് എന്ന് പറയും. ഈ സ്ട്രെയിറ്റ് ലെഗ് റൈസ് എക്സസൈസ് ഒരേപോലെ വ്യായാമത്തിന് നല്ലതാണ്, നടുവേദനയൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വ്യായാമമാണ്. ഇത് വളരെ സിമ്പിളാണ്. നിലത്ത് നിവർന്ന് കിടന്നതിന് ശേഷം നിങ്ങളിവിടെ കാണുന്നില്ല, അതേപടി നിങ്ങൾ ചെയ്യുക. ഒരു കാല് ആദ്യം ഉയർത്തി താഴ്ത്തി ചെയ്യുക, രണ്ട് കാലും മാറി മാറി ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇത് ഒരു 10-15 നമ്പേഴ്സ് ചെയ്തതിന് ശേഷം പിന്നെ രണ്ട് കാലും ഉയർത്തി താഴ്ത്തി നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ വ്യായാമം ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങളുടെ അടിവയറിൻ്റെ ഭാഗത്തുള്ള മസിലുകളുടെ ഒരു ഉറപ്പിന് സഹായിക്കുന്നു, കുടവയർ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു, ഒരു കോറിൻ്റെ നമുക്ക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്നു, ഡെഫിനറ്റ്ലി സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യുന്നതിന് നല്ലതാണ്. നട്ടലിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് നട്ടലിന് ഡിസ്ക് കംപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിന്, പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ഒരു മികച്ച സ്പൈനിൻ്റെ എക്സസൈസ് തന്നെയാണ് ഇത്. മാത്രമല്ല ഇത് പതിവായിട്ട് ഏത് പെൺകുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും വീട്ടിൽ തന്നെ നിങ്ങൾക്ക് നിലത്ത് കിടന്ന് ചെയ്യാം, ബെഡിൽ കിടന്ന് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ കാണിച്ച 9 വ്യായാമങ്ങൾ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണോ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികളെ പതിവായിട്ട്, അതിപ്പം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂർ മതി ഇതെല്ലാം ഒന്ന് 3 തവണ വെച്ച് ചെയ്യുന്നതിന്. അതല്ല ഒരു 15 മിനിറ്റിൽ സ്പീഡിൽ ചെയ്യിപ്പിച്ചാൽ പോലും രാവിലെയുള്ള അവരുടെ ഒരു എനർജി ബിൽഡപ്പിന് ഈ പറഞ്ഞ വ്യായാമങ്ങൾ ഗുണം ചെയ്യും. ഇല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ടാണല്ലോ അവരെ ചെയ്യിപ്പിക്കാൻ നോക്കുക. അവർക്ക് പഠിത്തത്തിൽ ഉൾപ്പെടെ ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, ഉന്മേഷം, ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഈ വ്യായാമങ്ങൾ സഹായിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ പെൺകുട്ടികളുടെ അറിവിലേക്കും എല്ലാ അമ്മമാരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഉറപ്പായിട്ടും ഒരുപാട് കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണിത്. ലേഡീസ് ഒൺലി സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ട പുതിയൊരു അറിവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.